ബിയോണ്ട് 1000 എന്ന യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് പാർട്ട് ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ 4th സ്റ്റാൻഡേർഡിലെ മറ്റു ക്ലാസ്സുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കൂട്ടുകാർ കാണാൻ മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. യൂണിറ്റിലേക്ക് പോകാം. നമ്പർ കാർഡ്സ്. സീ ദ നമ്പർ കാർഡ്സ്. റൈറ്റ് ദ 4-digit numbers that can be made with them. താഴെ തന്നിരിക്കുന്ന ഈ ഒരു നമ്പർ കാർഡ്സ് ഉപയോഗിച്ച് 3, 5, 8, 1 ഈ ഒരു 4 നമ്പർ കാർഡ്സ് ഉപയോഗിച്ച് മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുന്ന അത്രയും 4-digit നമ്പേഴ്സ് ഇവിടെ ഈ ഒരു ബോക്സിൽ എഴുതണം. ഇത് നമ്മൾ 2nd സ്റ്റാൻഡേർഡിലോ അതുപോലെ 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 3-digit നമ്പർ വെച്ചിട്ട് ഇതേപോലെ നമ്പേഴ്സ് ഉണ്ടാക്കാനുള്ളത്. അതേപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 3 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് എഴുതാം. നോക്കൂ, 3158, 3185, 3518, 3581, 3815, 3851. നെക്സ്റ്റ് നമുക്ക് 5 ഫസ്റ്റ് വരുന്ന നമ്പേഴ്സ് എഴുതാം. 5138, 5183, 5318, 5381, 5813, 5831. നെക്സ്റ്റ് 8 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് എഴുതാം. 8135, 8153, 8315, 8351, 8513, 8531. നെക്സ്റ്റ് 1 വെച്ച് തുടങ്ങുന്ന നമ്പേഴ്സ് എഴുതാം. 1358, 1385, 1538, 1583, 1835, 1853. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് ഈ ഒരു 4-digit നമ്പറിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5ൽ എത്ര നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th പ്ലേസ്? 10ൻ്റെ സ്ഥാനത്ത് വരുന്ന 8 വരുന്ന എത്ര നമ്പേഴ്സ് ഇവിടെ ഉണ്ട്? അതായത് നമ്മളിപ്പോൾ അബാക്കസിൽ നോക്കുകയാണെങ്കിൽ 1s, 10s, 100s, 1000s എന്ന് വരില്ലേ. അങ്ങനെ 10ൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നും രണ്ടാമത് വരുന്ന സ്ഥാനം. അങ്ങനെ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 10ൻ്റെ സ്ഥാനത്ത് വരുന്നത് 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഇതിൽ ഒന്ന് എണ്ണി നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടും 6 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മാളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് നമ്മൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. അത് മക്കൾ എഴുതണം. ആദ്യം 1000 വരുന്ന നമ്പേഴ്സ് അതിലെ ചെറുത് ഏതാണോ അങ്ങനെ നോക്കി എഴുതുക. പിന്നെ 3000 വരുന്ന നമ്പേഴ്സ്, പിന്നെ 5000 വരുന്ന നമ്പേഴ്സ്, പിന്നെ 8000 വരുന്ന നമ്പേഴ്സ്, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഓക്കെ. റീഡിങ് ദി നമ്പർ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡി കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മണ്ണും കൊണ്ട് മൂടിയിരിക്കുന്നു. നമ്പർ നൗ സീൻ. അതിൽ ഇപ്പോൾ കാണുന്ന നമ്പർ എന്ന് പറയുന്നത് 9 മാത്രമാണ് കാണുന്നുള്ളൂ. വെൻ ക്ലീൻഡ് എ ബിറ്റ്. കുറച്ച് അത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ 99 കാണാൻ തുടങ്ങി. ആഫ്റ്റർ ക്ലീനിങ് സം മോർ. കുറച്ചും കൂടി ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ 999 കണ്ടു അല്ലേ. ലാസ്റ്റ് നോക്കൂ, വെൻ ആൾമോസ്റ്റ് ക്ലീൻഡ്. മൊത്തം ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ 9999 എന്ന് നമ്പർ പ്ലേറ്റ് കണ്ടു. ഹൗ പ്രറ്റി. ഇവിടെ നോക്കൂ, 9 + 1 = 10. 99 + 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100. അതുപോലെ 999 + 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1000. 9999 + 1 എന്ന് ആഡ് ചെയ്യുമ്പോൾ 10,000 എന്ന് കിട്ടും. മഡ് റേസ്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യൂസ് എ ഡൈസ് with numbers 100, 200, 300, 600. Move the card to the number thrown. If you land on a bridge, you can move across to the forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. സ്നേക്ക് ആൻഡ് ലാഡർ എല്ലാവർക്കും കളിക്കാൻ അറിയാലോ. അതേപോലെ കളിക്കേണ്ട ഒരു ഗെയിമാണ് ഇത്. ഡൈസ് ഉപയോഗിച്ച് വേണം കളിക്കാൻ. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിച്ചാൽ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. അതുപോലെ പിറ്റ് എന്ന് വെച്ചാൽ കുഴി. ആ ഒരു കുഴിയിലാണ് എത്തുന്നതെങ്കിൽ നേരെ താഴത്തേക്ക് വരും. ഇങ്ങനെ കളിച്ച് ഏറ്റവും അവസാനം 11,000 എത്തുന്ന ആൾ വിൻ ചെയ്യും. അപ്പോൾ ഇത് ഒഴിവ് സമയങ്ങളിലെല്ലാം ഫ്രണ്ട്സായിട്ടൊന്ന് കളിച്ചു നോക്കുക. ഓക്കെ.
Look at the picture on the first page of the lesson. Write the distances on the last two boards. നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്ന ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ രണ്ട് ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ ഡിസ്റ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഒരു ബോർഡിൽ ശ്രദ്ധിക്കൂ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 700, 800, 900, 1000. ഓരോ ബോർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണല്ലേ. അപ്പോൾ 1000 കഴിഞ്ഞ് അടുത്ത ബോർഡിൽ എന്തായിരിക്കും വരിക? 1000ൻ്റെ കൂടെ ഒരു 100ഉം കൂടി ചേരുമ്പോൾ 1100. ഇതിനോടുകൂടി ഒരു 100ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 1200. ഗിഫ്റ്റ്. ടോമോ won the race, got a trophy and a cash prize. The money was given as a check. Write the amount in the check in numbers. ടോമോ ആണ് കാർ റേസിൽ ജയിച്ചത്, ടോമോ കാർ. അപ്പോൾ ടോമോ കാറിന് ലഭിച്ച പ്രൈസ് എന്ന് പറയുന്നത് ട്രോഫിയും അതുപോലെ ക്യാഷ് പ്രൈസാണ്. ക്യാഷ് പ്രൈസ് ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വേർഡ്സിൽ എത്രയാണ് എമൗണ്ട് കിട്ടിയത് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കതിനെ നമ്പേഴ്സിലാക്കി എഴുതണം. വേർഡ്സിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. 90,999 ഓൺലി. 90,000 ആണല്ലേ. നമ്മളിതിന് മുന്നേ 9,000 ആണ് പഠിച്ചിട്ടുള്ളത്. 90,000 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. ഇതുപോലെ 5 ഡിജിറ്റ് നമ്പർ വരും. 90999, 90,999. ഓക്കെ. ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സിൽ തന്നിട്ടുണ്ട്. നോക്കൂ, മിക്കി കാർ എത്ര കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ട്? 8,546. നെക്സ്റ്റ് ബോണി കാർ 7,982. സ്പീഡി കാർ 6,375. ഫ്രെഡി കാർ 5,1114. ഫ്ലോറ കാർ 6,735. ടോട്ടോ കാർ 8,564. Tabulate the cars according to the distances they have travelled, with the car which travelled most at the beginning and the car which travelled the least at the end. അതായത് കാറിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് ഏറ്റവും കൂടിയതിൽ നിന്നും കുറവിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്പർ, നെയിം ഓഫ് ദി കാർ ഇൻ നമ്പേഴ്സ് ഇൻ വേർഡ്സ്. ഓരോ കാറും അവയുടെ ഡിസ്റ്റൻസ്, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സ് കൂടിയ കാർ ഏതാണോ അതും ആ ഒരു നമ്പർ ഇൻ വേർഡ്സിലും എഴുതണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്ന കാറ് ടോട്ടോ കാറാണ്. ടോട്ടോ കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8,564. അത് ഇൻ വേർഡ്സിലും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മിക്കി കാറാണ്. മിക്കി കാറിൻ്റെ നമ്പർ 8,546. തേർഡ് വരുന്നത് ബോണി കാറാണ്. ബോണി കാറിൻ്റെ നമ്പർ 7,982. ഫോർത്ത് വരുന്നത് ഫ്ലോറ കാറിൻ്റെ നമ്പർ 6,735. ഫിഫ്ത്ത് വരുന്നത് സ്പീഡി കാർ, നമ്പർ 6,375. നെക്സ്റ്റ് വരുന്നത് ഫ്രെഡി കാർ 5,1114. ഓക്കെ. ബഗ്ഗി കാർസ് നമ്പർ. ടേക്ക് 1 bit from the thousands place in the abacus and put in the ones place. What is the number now? ഈ തന്നിരിക്കുന്ന അബാക്കസിലെ തൗസൻഡ്സിൻ്റെ സ്ഥാനത്തുള്ള ഒരു ബീഡ് എടുത്ത് വൺസിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ ഇപ്പോൾ എത്രയായിരിക്കും നമ്പർ? ഇപ്പോൾ ഉള്ള നമ്പർ എന്ന് പറയുന്നത് 1000 ആണല്ലേ. 4,000 അല്ല, 5,000 ആണ് ഇപ്പോൾ അബാക്കസിൽ തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ബീഡ് എടുത്ത് മാറ്റി വൺസിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചാൽ ഇപ്പോൾ എത്രയാണ് മക്കളെ അതിലെ നമ്പർ? ഇപ്പോൾ 4001 അല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കൂ. ബഗ്ഗി കാർസ് നമ്പർ ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ് ആൻഡ് ദ നമ്പർ ഇൻ ഇറ്റ് നൗ. വാട്ട് ഈസ് ദ നമ്പർ? ഇവിടെ ബഗ്ഗി കാറിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബഗ്ഗി കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അബാക്കസിലെ ആദ്യം ഉണ്ടായിരുന്ന നമ്പറിൽ നിന്നും ഇപ്പോൾ കിട്ടിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ്. അബാക്കസിലെ ആദ്യമുണ്ടായിരുന്ന നമ്പർ എന്ന് പറയുന്നത് 5,000 ആയിരുന്നല്ലേ. അതിൽ നിന്നും ഇപ്പോൾ കിട്ടിയ 4001 പ്ലസ് ചെയ്താൽ എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. 5,000 മൈനസ് 4001 പ്ലസ് ചെയ്യുമ്പോൾ 999. അപ്പോൾ ബഗ്ഗി കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ആഡിങ് 1 more. വാട്ട് ഈസ് ദി നമ്പർ ഇൻ ദി അബാക്കസ്? ഈ അബാക്കസിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? ഇവിടെ എത്രയാണ് നോക്കൂ. ഓരോ
ഇതിലും എത്ര ബീഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ബീഡ്സ് ആണല്ലേ ഉള്ളത്. അങ്ങനെ വൺസും ടെൻസും ഹൺഡ്രഡ്സും തൗസൻഡ്സും 9 ബീഡ്സ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ 9999 ആണ് ഇപ്പോൾ അബാക്കസിലുള്ള നമ്പർ. വാട്ട് ഈസ് ദി നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 ടു ഇറ്റ്? ഇതിനോടുകൂടി 1ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് നമ്പർ ലഭിക്കുന്നത്? 9999 പ്ലസ് 1 ഈക്വൽ എത്രയാണ്? 10,000. Tomo car in workshop. Tomo car was taken to a workshop to repair after the race. 3,500 rupees was spent to change the battery, 2,500 rupees for engine work and 4,000 rupees for painting. What is the total amount spent? കാർ റേസ് കഴിഞ്ഞപ്പോഴേക്കും ടോമോ കാറിനെ റിപ്പയർസിന് വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ടോമോ കാറിന് വേണ്ടി ചിലവായ എമൗണ്ടാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കൂ. ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 3,500ഉം അതുപോലെ എൻജിൻ വർക്കിന് 2,500ഉം പെയിൻറ്റിങ്ങിന് 4,500ഉം ചിലവായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ടോമോ കാറിന് വേണ്ടി സ്പെൻഡ് ചെയ്തു? ഇവിടെ ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട്, ഓരോന്നിനും വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് 3 എമൗണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് ലഭിക്കും. അപ്പോൾ ഇവിടെ 3,500ഉം 2,500ഉം 4,000ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10,000 ആണ് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്നുള്ള അവിടെ 10,000 എന്ന് എഴുതാം. ഓൺ എ ടൂർ, ടോട്ടോ കാർ ഈസ് ബീയിങ് റെഡിഡ് ഫോർ ആൻ ഓൾ ഇന്ത്യ ടൂർ. All 4 tires have to be changed. The price of 1 tire is 2,500 rupees. How much money is needed for 4 tires? ടോട്ടോ കാർ ഒരു ഓൾ ഇന്ത്യ ടൂറിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 4 ടയറും മാറ്റി. 4 ടയറും മാറ്റിയതിന് ഒരു ടയറിന് 2,500 റുപ്പീസ് ചാർജ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 ടയേഴ്സിനും കൂടി എത്ര റുപ്പീസ് ആവശ്യമായി വന്നു? ഇവിടെ ഒരു ടയറിന് എന്ന് പറയുന്നത് 2,500 റുപ്പീസാണ്. അങ്ങനെ എത്ര ടയറാണ് ആവശ്യമായി വന്നത്? 4 ടയേഴ്സാണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ 4 ടയറിനും കൂടി എത്ര റുപ്പീസ് ആയി എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? 4 ടയേഴ്സ് ആയത് കാരണം 2,500നെ 4 ടൈംസ് ആഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത് 10,000 റുപ്പീസ്. ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. The amounts paid for charge during its All India tour are given below. Calculate the total amount. ബോണി ഒരു ഇലക്ട്രിക് കാറാണ്. അപ്പോൾ അവൻ്റെ ഓൾ ഇന്ത്യ ടൂറിന് വേണ്ടി ചാർജ് ചെയ്ത എമൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. 3,500 റുപ്പീസ്, 2,000 റുപ്പീസ്, 3,000 റുപ്പീസ്. അങ്ങനെയെങ്കിൽ അവന് ടോട്ടൽ എമൗണ്ട് എത്ര വന്നു? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ഇവിടെ ഈ ഒരു 3 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു 3 നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8,500 ആണ്. നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂ ദി പാറ്റേൺ. താഴെ തന്നിരിക്കുന്ന പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കൂ, 500, 1000, 1,500. അപ്പോൾ എത്രയാണ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്? 500 ആണല്ലേ ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ 1,500ൻ്റെ കൂടെ ഒരു 500ഉം കൂടി ആഡ് ചെയ്താൽ 2,000. 2,000ൻ്റെ കൂടെ വീണ്ടും ഒരു 500 ആഡ് ചെയ്താൽ 2,500. അങ്ങനെ 3,000, 3,500, 4,000, 4,500 എന്ന രീതിയിലാണ് ഫസ്റ്റ് പാറ്റേൺ പോകുന്നത്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് 4,000. 4,000ഓടുകൂടി 2,000 ആഡ് ചെയ്യുമ്പോൾ 6,000. അതിനോടുകൂടി വീണ്ടും 2,000 ആഡ് ചെയ്യുമ്പോൾ 8,000. അങ്ങനെ 2,000 വെച്ച് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ 10,000, 12,000, 14,000, 16,000, 18,000 ആൻഡ് 20,000. ഇങ്ങനെയാണ് രണ്ടാമത്തെ പാറ്റേൺ വരുന്നത്. തേർഡ് പാറ്റേണിൽ 100 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് വരുന്നത്. 7,628ൻ്റെ കൂടെ 100 ആഡ് ചെയ്യുമ്പോൾ 7,728. വീണ്ടും 100 ആഡ് ചെയ്യുമ്പോൾ 7,828. അങ്ങനെ 7,928, 8,028, 8,128, 8,228, 8,328, 8,428 എന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. നെക്സ്റ്റ് പാറ്റേണിൽ 2,222 എന്ന നമ്പറിൽ കൂടി 1,111 എന്ന നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ 3,333 ലഭിക്കും.
അതിനോടുകൂടി വീണ്ടും 1111 ആഡ് ചെയ്യുമ്പോൾ 4444, 5555, 6666 എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകും. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 9400 എന്ന നമ്പറിനോട് കൂടി 100 മൈനസ് ചെയ്യുമ്പോൾ 9300 ലഭിക്കുന്നു. അതിനോടുകൂടി വീണ്ടും 100 മൈനസ് ചെയ്യുമ്പോൾ 9200 ലഭിക്കുന്നു. അങ്ങനെ ഓരോ നമ്പറിനോട് കൂടിയും 100 മൈനസ് ചെയ്ത് കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ 9100, 9000, 8900, 8800, 8700, 8600 എന്ന രീതിയിൽ പോകുന്നു. ലാസ്റ്റ് വൺ നോക്കൂ. 3021, 4132, 5244. ഇവിടെയും ആദ്യത്തെ പാറ്റേൺ പോലെ 1111 ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ 6354, 7465 എന്ന ഈ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്തു പോകും. മൈ പാറ്റേൺ. കൂട്ടുകാരോടും ഇതുപോലെ പാറ്റേൺ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതുപോലെ കൂട്ടുകാർക്ക് മറ്റ് പാറ്റേണുകൾ നിർമ്മിക്കാവുന്നതാണ്. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 1050. അതിനോടുകൂടി 50 ആഡ് ചെയ്യുമ്പോൾ 1100, വീണ്ടും 50 ആഡ് ചെയ്യുമ്പോൾ 1150, 1200, 1250. ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകും. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് 10 ആഡ് ചെയ്തിട്ടാണ്. 1210 എന്നതിൻ്റെ കൂടെ വീണ്ടും ഒരു 10 ആഡ് ചെയ്യുമ്പോൾ 1220, വീണ്ടും 10 ആഡ് ചെയ്യുമ്പോൾ 1230, പിന്നീട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 10 ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. 1240, 1250 അങ്ങനെ പോകും. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 2500 ആണ്. അത് കഴിഞ്ഞാൽ വരുന്ന നമ്പർ 3000 ആണ്. അപ്പോൾ എത്രയാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്? 500 ആണ് കേട്ടോ. അപ്പോൾ 2500 പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ 3000 കിട്ടും. അതിനോടുകൂടി വീണ്ടും 500 ആഡ് ചെയ്യുമ്പോൾ 3500 ലഭിക്കും. അങ്ങനെ 500 വീതം ആഡ് ചെയ്ത് ഈ ഒരു പാറ്റേൺ പോകും. ലാസ്റ്റ് പാറ്റേണിൽ 7800 ആണ്. അതിനോടുകൂടി 100 മൈനസ് ചെയ്യുമ്പോൾ 7700, വീണ്ടും 100 മൈനസ് ചെയ്യുമ്പോൾ 7600. അങ്ങനെ 100 മൈനസ് ചെയ്ത് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ മറ്റ് പാറ്റേണുകളും കൂട്ടുകാർ നിർമ്മിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഈ പാഠത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ പാർട്ട് 3യിൽ ചെയ്യുന്നതാണ്. അതെന്തായാലും കൂട്ടുകാർ കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്